ഷാർജയിൽ വീശിയ ചുഴലിക്കാറ്റിലെ നഷ്ടങ്ങൾ തുടരുന്നു. വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്ന വെള്ളം കയറിയത് മൂലം ക്യാമറാമാൻ ഇല്ലാതായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ചെട്ടിയിലെ കിളിമണ്ണിൽ ഷാജി വീട്ടിൽ സൂക്ഷിച്ച ക്യാമറയും ലാപ്ടോപ്പും ലെൻസുകളും ഉൾപ്പെടെ ഒട്ടനവധി ഉപകരണങ്ങളാണ് വെള്ളം കയറി നശിച്ചത്. 5.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഷാജി പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. ഒട്ടനവധി ആളുകളുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് വൻ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇതിലാണ് ഷാജി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുകളിലും മരം വീണത്. ഓട് വീടായതിനാൽ മരം വീണ ഉടനെ ഓടുകൾ തകരുകയും മഴവെള്ളം വീടിനുള്ളിലേക്ക് ഒഴുകുകയും ചെയ്തു. എന്നാൽ ബാഗുകൾക്കുള്ളിൽ സൂക്ഷിച്ച ഉപകരണങ്ങളിലേക്ക് വെള്ളം കടന്നിട്ടുണ്ടാവില്ലെന്ന ധാരണയിൽ അന്ന് സാധനങ്ങളെല്ലാം എടുത്ത് സുരക്ഷിതമായി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇവ പുറത്തെടുത്തത്. അപ്പോഴാണ് ബാഗുകൾക്കുള്ളിൽ വെള്ളം കയറിയത് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് സാധനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് എല്ലാ ഉപകരണങ്ങൾക്കുള്ളിലും വെള്ളം കയറിയതായി കണ്ടത്. സോണിയുടെ ക്യാമറ, വില കൂടിയ അത്യാധുനിക പ്രൊഫഷണൽ ലെൻസുകൾ, ഗോഡോക്സ് ലൈറ്റിംഗ് ഉപകരണങ്ങൾ, ഫ്ലാഷുകൾ, ജിംബലുകൾ, എഡിറ്റിംഗിന് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ്, CPU, UPS തുടങ്ങിയവയാണ് നശിച്ചവയിൽ ഏറ്റവും വില കൂടിയ ഉപകരണങ്ങളെന്ന് ഷാജി പറഞ്ഞു. ക്യാമറ ഉൾപ്പെടെ പല ഉപകരണങ്ങളും ലോൺ എടുത്താണ് വാങ്ങിയത്. അതിന്റെ അടവ് നടക്കുന്നതേ ഉള്ളൂ. ഒപ്പം വീട്ടുവാടക, സ്കൂൾ കുട്ടികളുടെ പഠന ചിലവ് തുടങ്ങിയവയെല്ലാം നടത്തുന്നത് ഈ ഉപകരണങ്ങൾ വെച്ചുള്ള ജോലിയിലൂടെയായിരുന്നു. ഇവ നശിച്ചതോടെ അതെല്ലാം മുടങ്ങിയെന്ന് മാത്രമല്ല, വൻ കടബാധ്യതയിലേക്കാണ് ഒറ്റ ചുഴലിക്കാറ്റിലൂടെ താൻ എത്തിയതെന്നും ഷാജി പറഞ്ഞു. തന്റെ ഉപജീവന മാർഗമായ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിച്ചതിലൂടെ പ്രതിസന്ധിയിലായതിനാൽ സർക്കാർ തലത്തിലോ പ്രാദേശികമായും അടിയന്തര ധനസഹായം ലഭ്യമായാലേ ഇനി രക്ഷയുള്ളൂ. ഇതുകൂടാതെ മരം കടപുഴകി വീണതിനെ തുടർന്ന് വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.